ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 80. ഈശോ ഉപവസിച്ച മലയിലേക്കും പരീക്ഷിക്കപ്പെട്ട പാറയിലേക്കും തിരിച്ചു വരുന്നു. മരുഭൂമിയിലെ അതിമനോഹരമായ ഒരു പ്രഭാതം. മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ സുന്ദരമായ ദൃശ്യം. ആകാശത്തിൽ ഇപ്പോഴും 2-3 നക്ഷത്രങ്ങളുണ്ട്. മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രക്കല ആകാശത്തിന്റെ വിശാലമായ നീലിമയിൽ ഒരു രജത ചിഹ്നം പോലെ കാണപ്പെടുന്നു. ഈ മല ഒറ്റപ്പെട്ടു നിൽക്കുന്നു. ഏതെങ്കിലും പർവ്വത ശൃംഖലയുടെ ഭാഗമല്ല ഈ മല. നല്ല ഉയരമുള്ള ഒരു പർവ്വതം തന്നെയാണ് ഇത്. മലയുടെ മധ്യഭാഗത്തു നിന്ന് നോക്കിയാലും അങ്ങ് ദൂരെയുള്ള ചക്രവാളം വരെ കാണാം. താഴെയുള്ള സമതലത്തിൽ നിന്ന് അത്ര ഉയരെയാണ് ഇത്. രാവിലത്തെ കുളിർക്കാറ്റിൽ വെളുപ്പും പച്ചയും കലർന്ന പ്രഭാത വെളിച്ചത്തിൽ പർവ്വതത്തിന്റെ രൂപം വ്യക്തമാകുന്നു. നേരം വെളുക്കുന്നതിന് തൊട്ടു മുമ്പ് മഞ്ഞ് മൂടിക്കിടക്കും. ഈ മൂടൽ മഞ്ഞ് കൂരിരുട്ടിനേക്കാൾ ഇരുണ്ടതാണ്. നക്ഷത്രങ്ങൾ അസ്തമിച്ചു തുടങ്ങുന്നതുകൊണ്ട് മുകളിൽ നിന്ന് അല്പം വെളിച്ചം മാത്രമേ വരികയുള്ളൂ. മല കല്ലുകളും പാറക്കെട്ടുകളും നിറഞ്ഞതാണ്. മരങ്ങളോ ചെടികളോ വളരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഗർത്തങ്ങളും ഗുഹകളും കാണാം. പാറക്കെട്ടുകൾക്കിടയിൽ കൂടി ചില ഊടുവഴികളുമുണ്ട്. ഇത് ശരിക്കും മരുപ്രദേശമാണ്. അല്പസ്വല്പം മണ്ണുള്ളിടത്തു മാത്രം മഴ പെയ്താൽ ഈർപ്പം തങ്ങി നിൽക്കും. അവിടെ കുറച്ച് പച്ച കാണാം. പ്രധാനമായും മുൾച്ചെടികളാണ്. ഇലകൾ വളരെ കുറവാണ്. കൂടാതെ വണ്ണം കുറഞ്ഞ് പച്ച വടികൾ പോലുള്ള കുറെ കുറ്റിച്ചെടികളുമുണ്ട്. ഇവയുടെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. സമതലം ഇതിനേക്കാൾ വരണ്ടതും വിജനവുമാണ്. പാറക്കല്ലുകൾ മാത്രമല്ല, പരന്ന ഒരു ഭൂപ്രദേശമാണ്. മലയിൽ നിന്ന് അകലും തോറും ഭൂമി കൂടുതൽ വരണ്ടതായി കാണപ്പെടുന്നു. അങ്ങകലെ നീണ്ട് വീതി കുറഞ്ഞ ഒരു മരുപ്പച്ചയുണ്ട്. അവിടെ ഭൂമിക്കടിയിൽ വെള്ളമുണ്ട്. നേരം കുറെ കൂടി പുലർന്നപ്പോൾ മരുപ്പച്ചയാണ് എന്ന് തോന്നിയത് കെട്ടി നിൽക്കുന്ന വെള്ളമാണ് എന്ന് മനസ്സിലായി. കറുത്ത ചലനമില്ലാത്ത വെള്ളം. അതൊരു തടാകമാണ്. കാണുന്നവരെ ദുഃഖിപ്പിക്കുന്ന തടാകം. മരിച്ചവരുടെ ലോകത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു സ്ഥലം. അന്തരീക്ഷത്തിലെ ഇരുട്ടത്രയും തന്നിലേക്ക് ആവാഹിക്കുന്ന ഒരു സ്ഥലം. ചുറ്റുപാടുമുള്ള വിഷാദമൂകത അത്രയും ഈ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്ന് തോന്നും. ചുറ്റും വളർന്നു നിൽക്കുന്ന മുൾച്ചെടികളും കൊമ്പൻ പുല്ലിന്റെയും കടും പച്ചയും ആ വെള്ളത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ആ പ്രദേശം അത്രയും വിഷാദമയമാക്കുന്ന ഒരു തടാകം. വെയിലത്ത് പുഞ്ചിരിച്ചു നിൽക്കുന്ന ജനേസറത്ത് തടാകത്തിൽ നിന്നും എത്രയോ വ്യത്യസ്തമാണ് ഈ ജലാശയം. മലമുകളിൽ നിന്നുകൊണ്ട് നീലാകാശത്തിലേക്ക് നോക്കുമ്പോൾ കിഴക്കുനിന്ന് പ്രകാശം പടിപടിയായി മുന്നേറുന്നത് കാണുമ്പോൾ ഉള്ളിൽ എന്തൊരു സന്തോഷം! എന്നാൽ ആ ജലാശയം കാണുമ്പോൾ ഉള്ളിൽ ഒരു നൊമ്പരം. അതിന്റെ മുകളിൽ കൂടി ഒരു പക്ഷി പോലും പറക്കുന്നില്ല. അതിന്റെ കരയ്ക്ക് ഒരു ജന്തുവിനെയും കാണാനില്ല. എല്ലാം വിജനം. ഞാൻ ഈ മരുപ്രദേശം നോക്കി വിഷാദമഗ്നയായി നിന്നപ്പോൾ എന്റെ ഈശോയുടെ സ്വരം കേട്ട് ഞാൻ ഉണർന്നു. ഇതാ ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ തൊട്ടുപിറകിൽ ഈശോ നിൽക്കുന്നു. കൂടെ ജോണും സൈമണും യൂദാസുമുണ്ട്. മലയുടെ ചെരുവിൽ വെള്ളമൊഴുകി തെളിഞ്ഞ വഴി പോലെയായ ഒരു ചാലിൽ കാട്ടാടുകളും മറ്റു ജന്തുക്കളും നടക്കുന്ന ഒരു വഴിയിൽ അവർ നിൽക്കുകയാണ്. ഈശോ ചുറ്റും നോക്കിയിട്ട് പറഞ്ഞു, അതെ, ആ സ്ഥലം ഇത് തന്നെ. നിങ്ങളെ ഇവിടെ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിച്ചത്. മിശിഹ ഇവിടെ വച്ചാണ് തന്റെ ദൗത്യത്തിന് തയ്യാറെടുത്തത്. പക്ഷേ ഇവിടെ യാതൊന്നുമില്ലല്ലോ. അത് ശരിയാണ്, ഇവിടെ ഒന്നുമില്ല. ഇവിടെ അങ്ങ് ആരുടെ കൂടെ ആയിരുന്നു? എന്റെ ആത്മാവിനോടും പിതാവിനോടും കൂടെ ആയിരുന്നു. ഏതാനും മണിക്കൂറുകൾ മാത്രമേ അങ്ങ് ഇവിടെ ചെലവഴിച്ചിരിക്കാൻ ഇടയുള്ളൂ. അങ്ങനെയല്ല യൂദാസേ, കുറെ മണിക്കൂറുകളല്ല, ഏറെ ദിവസങ്ങൾ. അങ്ങയെ ശുശ്രൂഷിക്കാൻ ആരുണ്ടായിരുന്നു? അങ്ങ് എവിടെയാണ് ഉറങ്ങിയത്? കാട്ടുകഴുതകൾ അവരുടെ ഗുഹകളിൽ ഉറങ്ങാനെത്തി. ഞാനും ഒരു ഗുഹയിലാണ് ഉറങ്ങിയത്. ഈ കഴുതകളായിരുന്നു എന്റെ പരിചാരകർ.
നേരം വെളുക്കുമ്പോൾ പരുഷമായി ശബ്ദിച്ചുകൊണ്ട് പറന്നുപോയ പരുന്തുകളായിരുന്നു എന്റെ വേലക്കാരികൾ. അവ പറന്നുപോയി ചെറിയ പക്ഷികളെ പിടിച്ചു തിന്നു. കൊച്ചു മുയൽ കുഞ്ഞുങ്ങളായിരുന്നു എന്റെ കൂട്ടുകാർ. ചെടികളുടെ നാമ്പ് കടിച്ചുകൊണ്ട് അവ വളരെ അടുത്തു വരും. എന്റെ കാലിന്റെ വളരെ അടുത്തു വരും. കാട്ടിലെ പൂക്കൾക്ക് ലഭിക്കുന്ന ആഹാരവും പാനീയവുമാണ് എനിക്കും ലഭിച്ചിരുന്നത്. സൂര്യന്റെ വെളിച്ചവും രാത്രിയിൽ വീഴുന്ന മഞ്ഞുതുള്ളികളും, വേറെ യാതൊന്നുമില്ല. എന്തിനിങ്ങനെ കഴിഞ്ഞു? എന്റെ ദൗത്യത്തിന് നല്ല പോലെ ഒരുങ്ങുവാൻ. വിജയിക്കണമെങ്കിൽ തയ്യാറെടുപ്പ് പൂർണ്ണമായിരിക്കണം. നീ പറഞ്ഞതും അത് തന്നെയാണല്ലോ. ഞാൻ തയ്യാറെടുത്തത് പ്രയോജനമില്ലാത്ത എന്തിനെങ്കിലും വേണ്ടിയല്ല. കർത്താവിന്റെ ദാസനായ എന്നെ മഹത്വപ്പെടുത്താനല്ല. കർത്താവ് ആരാണ്, എങ്ങനെയുള്ളവനാണ് എന്ന് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ, മനസ്സിലാക്കി അരൂപിയിലും സത്യത്തിലും കർത്താവിനെ സ്നേഹിക്കുവാൻ അവരെ പഠിപ്പിക്കുന്നതിന്, കർത്താവിന്റെ വിജയം തേടുന്നതിന് പകരം സ്വന്തം വിജയം തേടുന്നവൻ അല്പനാണ്. ലാഭമുണ്ടാക്കാൻ മോഹിക്കുന്ന ജോലിക്കാരൻ ദൈവത്തിന്റെ താല്പര്യങ്ങൾ ബലികഴിച്ച് ഉയർന്ന സിംഹാസനത്തിൽ കയറിയിരിക്കാമെന്ന് സ്വപ്നം കാണുകയും അതിനുവേണ്ടി സ്വർഗീയമായ കാര്യങ്ങളെ ലൗകികമായി തരം താഴ്ത്തുകയും ചെയ്യുന്ന ജോലിക്കാരൻ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആളല്ല. അയാൾ ഒരു കച്ചവടക്കാരൻ മാത്രമാണ്. വഞ്ചന കൈമുതലാക്കിയിട്ടുള്ള ആ മനുഷ്യൻ തന്നെ തന്നെ വഞ്ചിക്കുന്നു, മറ്റുള്ളവരെ വഞ്ചിക്കുന്നു, ദൈവത്തെ തന്നെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നു. ആ മനുഷ്യൻ താൻ ഒരു രാജകുമാരനാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അയാളുടെ നില എത്ര ദയനീയമാണ്. നുണകളുടെ രാജാവായ പിശാചിന്റെ കിങ്കരനാണ് അയാൾ. ഇവിടെ ഈ ഗുഹയിൽ ക്രിസ്തു തന്റെ ദൗത്യത്തിനായി ഒരുങ്ങുന്നതിന് അനേകം ദിനരാത്രങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ചു. യൂദാസേ, ഇവിടെ അല്ലാതെ വേറെവിടെ പോകണമായിരുന്നു എന്നാണ് നീ പറയുന്നത്? യൂദാസിന് പരിസരബോധം നഷ്ടമായതുപോലെ തോന്നി. എന്തു പറയണമെന്ന് നിശ്ചയമില്ല. അവസാനം അയാൾ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ. ഞാൻ വിചാരിച്ചു അങ്ങ് ഒരു റബ്ബിയുടെ കൂടെയോ എസ്സേനന്മാരുടെ കൂടെയോ കുറെ നാൾ താമസിച്ചിരിക്കുമെന്ന്. എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന്റെ വിജ്ഞാനവും ശക്തിയും എനിക്ക് ചൊല്ലിത്തരുന്നതിൽ കൂടുതലായി എന്തെങ്കിലും ചൊല്ലിത്തരാൻ കഴിയുന്ന ഒരു റബ്ബിയെ കണ്ടെത്താനാകുമോ? ദൈവത്തിന്റെ അനന്തമായ വചനം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സന്നിഹിതനായിരുന്നവനും മനുഷ്യന് ജീവൻ നൽകുന്ന അനശ്വരമായ ആത്മാവിനെ പറ്റി, സ്വാതന്ത്ര്യത്തെയും യുക്തിബോധത്തെയും പറ്റി സർവവും അറിയാവുന്നതുമായ വചനം. അതാണ് ഞാൻ, ഈ ഞാൻ. ആത്മാവിന്റെ മരണമില്ലായ്മ നിഷേധിക്കുന്നവരും അവസാനത്തെ പുനരുത്ഥാനത്തിലും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിലും വിശ്വസിക്കാത്തവരും പുണ്യവും പാപവും എല്ലാം ചെയ്യുന്നത് വിധി പോലെയാണെന്നും വിധി നമുക്ക് നിയന്ത്രിക്കാനാവില്ലെന്നും പഠിപ്പിക്കുന്നവരുമായ റബ്ബികളുടെയും ഗുരുക്കന്മാരുടെയും അടുത്തുപോയി ഞാൻ വിദ്യയും വിജ്ഞാനവും ആർജിക്കുമോ? തീർച്ചയായും ഇല്ല. മനുഷ്യന് ഒരു അന്ത്യമുണ്ട്, എത്തേണ്ട ഒരു സ്ഥാനമുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ സങ്കല്പത്തിൽ മനുഷ്യന് ഒരു ലക്ഷ്യമുണ്ട്. ദൈവത്തിന്റെ തിരുമനസ് നിറവേറ്റുകയാണ് ആ ലക്ഷ്യം. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും മഹത്വത്തിന്റെയുമായ ഒരു അന്ത്യം. ദൈവത്തിന്റെ മകൾ എന്ന നിലയ്ക്ക് ഉണ്ടായിരിക്കേണ്ട വിശുദ്ധി. മണ്ണിൽ നിന്ന് ആദാമിനെ മെനഞ്ഞെടുത്തപ്പോൾ ദൈവത്തിന് മനുഷ്യന്റെ അന്ത്യത്തെപ്പറ്റി ഉണ്ടായിരുന്ന സങ്കല്പം അതാണ്. അവസാനത്തെ മനുഷ്യൻ പിറക്കും വരെ ആ സങ്കല്പം നിലനിൽക്കും. നിങ്ങൾ സൃഷ്ടിയുടെ രാജാക്കന്മാരാണ്. രാജാക്കന്മാരെ പിതാവ് താറടിച്ചു കാട്ടുന്നില്ല. എന്നാൽ ഒരു രാജാവ് തടവുകാരനാക്കപ്പെട്ടാലോ? അയാളുടെ രാജ്യത്വം എവിടെ? പിന്നെ അയാൾ ഒരു അധകൃതൻ തന്നെ, സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടവൻ. നിങ്ങൾ ഓരോരുത്തരും ചെറിയൊരു രാജ്യത്തിലെ രാജാവാണ്. അവിടെ നിങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാം. നിങ്ങളുടെ വ്യക്തിത്വവും അന്തസ്സത്തയുമാണ് ഈ രാജ്യം. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ രാജ്യാതിർത്തിയിൽ വേറെ 3 രാജ്യങ്ങളുണ്ട്. ഒന്നിലെ രാജാവ് നിങ്ങളുടെ സുഹൃത്താണ്. മറ്റു 2 രാജാക്കന്മാർ
നിങ്ങളുടെ ശത്രുക്കളും. തന്റെ അനുയായികളെ സന്തുഷ്ടരാക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങൾ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളെ കാണിക്കുന്നു. അവ നിങ്ങളെ കാണിച്ചുകൊണ്ട് പറയുന്നു, ഈ ചട്ടങ്ങൾ അനുശാസിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾ അനശ്വരമായ വിജയം കണ്ടെത്തും. വിവേകമുള്ളവനും പരിശുദ്ധനുമായ ആ രാജാവ് ഇത് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾ അത് പ്രായോഗിക ജീവിതത്തിൽ പകർത്തുന്നതിനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, നിത്യമായ മഹത്വം കൈവരിക്കുകയും ചെയ്യാം. അതിർത്തിയിലുള്ള 2 ശത്രു രാജ്യങ്ങൾ പിശാചും മാംസവുമാണ്. മാംസമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരവും ഈ ലോകവും എന്നാണ് അർത്ഥം. ലോകത്തിന്റെ ആർഭാടങ്ങളും പ്രലോഭനങ്ങളും ധനവും വിരുന്നു സൽക്കാരങ്ങളും സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ഇതെല്ലാം ലോകത്തിന് ലഭിക്കുന്നതും ലോകത്തിൽ പ്രയോജനം ചെയ്യുന്നതുമാണ്. പക്ഷേ ഇവ നേടുന്നതും നേരായ വഴിയിൽ കൂടിയല്ല. നേടിക്കഴിഞ്ഞാൽ അത് ഉപയോഗപ്പെടുന്നത് മനസാക്ഷിക്ക് നിരക്കുന്ന രീതിയിലല്ല. മാംസത്തിന്റെയും ലോകത്തിന്റെയും അധിപനാണ് പിശാച്. അവയെ ന്യായീകരിക്കുന്നു. പിശാചിന് അവന്റേതായ നിയമങ്ങളും ഉണ്ട്, അത് തീർച്ചയാണ്. നിങ്ങളുടെ അന്തസത്തയെ മാംസം ആവരണം ചെയ്യുന്നു. മാംസം മാംസത്തിന്റെ വിളി കേൾക്കുന്നു. ഇരുമ്പിനെ കാന്തം ആകർഷിക്കുന്നത് പോലെ പരസ്പരം ആകർഷിക്കുന്നു. റോസാ ചെടികൾക്കിടയിൽ നിലാവുള്ള രാത്രിയിൽ പാടുന്ന രാക്കിളിയുടെ പാട്ടിനേക്കാൾ മധുരമാണ് പ്രലോഭിപ്പിക്കുന്നവന്റെ ഗാനം. പിശാചിന്റെ ചട്ടങ്ങൾ അനുസരിക്കാൻ എളുപ്പമാണ്. നീ എന്റെ സുഹൃത്താണ്, വരൂ, അകത്തു വരൂ എന്ന് പറയാൻ എളുപ്പമാണ്. എന്നേക്കും സത്യസന്ധനായി തുടരുന്ന ഒരു ചങ്ങാതിയെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കുറെ കഴിയുമ്പോൾ അവർ യജമാനന്മാരായി മാറുന്നു. യജമാനന്മാരല്ല, അടിമകളെ കൊണ്ട് എല്ലുമുറിയെ പണിയെടുപ്പിക്കുന്ന ക്രൂരന്മാരായ കങ്കാണിമാർ. കപ്പൽ തുഴയാൻ തുഴബെഞ്ചിൽ കാലും പൂട്ടിയിരിക്കുന്ന അടിമകളായി അവർ നിങ്ങളെ മാറ്റും. നിങ്ങളുടെ തോളിൽ വച്ചിരിക്കുന്ന നുകത്തിന്റെ ഭാരം കൊണ്ട് നിങ്ങൾക്ക് തല പൊക്കാനാകാതെ വരും. അവരുടെ അടികൊണ്ട് നിങ്ങളുടെ പുറത്തുനിന്ന് ചോരയൊഴുകും. അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. ഒന്നുകിൽ അടിയും ചവിട്ടും കൊണ്ട് തകരണം, ഒന്നിനും കൊള്ളാത്ത ഒരു മാംസപിണ്ഡമാകണം, അല്ലെങ്കിൽ ചാകണം. ഈ മർദ്ദനമെല്ലാം ഏറ്റിട്ടും കീഴടങ്ങാതെ നിന്നാൽ കാരുണ്യം ആ വഴി വരും. നിങ്ങളുടെ ആ സ്ഥിതിയിൽ നിങ്ങളോട് കരുണ തോന്നാൻ ഒരേ ഒരാളേയുള്ളൂ. നിങ്ങളുടെ യജമാനനായിരുന്ന ലോകം നിങ്ങളെ ഇപ്പോൾ കണ്ടാൽ കാർക്കിച്ചു തുപ്പും. മറ്റേ യജമാനൻ പിശാചാണല്ലോ. അവൻ ഇപ്പോഴും പ്രതികാരത്തിന്റെ അമ്പുകൾ തൊടുത്തുവിട്ടുകൊണ്ടിരിക്കുന്നു. ആ വഴി വരുന്ന കാരുണ്യം കനിഞ്ഞ് നിങ്ങളെ കയ്യിലെടുത്ത് ശുശ്രൂഷിച്ച് മരുന്ന് തന്ന് നിങ്ങളെ സുഖപ്പെടുത്തുന്നു. കാരുണ്യം നിങ്ങളോട് പറയും, വരൂ, ഭയപ്പെടേണ്ട. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കണ്ട. നിങ്ങളുടെ വ്രണങ്ങൾ ഉണങ്ങിക്കഴിഞ്ഞു, പാടുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ വളരെയധികം പാടുകൾ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ശരീരം വികൃതമായി. കണ്ടാൽ ഭയപ്പെടും. ഞാൻ ആ പാടുകളിലേക്ക് നോക്കാറേ ഇല്ല. നിങ്ങളുടെ സന്മനസ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. നിങ്ങളുടെ സന്മനസ്സുകൊണ്ട് നിങ്ങൾ ശ്രദ്ധേയനായി, തിരഞ്ഞെടുക്കപ്പെട്ടു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ കൂടെ വരൂ. അദ്ദേഹം അയാളെ തന്റെ രാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. നിങ്ങളുടെ അയൽ രാജ്യത്തുള്ള നല്ലവനായ രാജാവും കാരുണ്യവും ഒരാൾ തന്നെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അന്ന് ആ രാജാവ് കാണിച്ചതും നിങ്ങൾ അനുസരിക്കാൻ കൂട്ടാക്കാതിരുന്നതുമായ ചട്ടങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്വീകാര്യമാകും. പിന്നെ നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ അലട്ടാതാകും. അതിനുശേഷം നിങ്ങൾ ദൈവത്തിന്റെ സമാധാനം കണ്ടെത്തും. ഈ അന്ത്യം ദൈവം ആരുടെയെങ്കിലും മേൽ അടിച്ചേൽപ്പിച്ചതാണോ, അതോ ഓരോരുത്തരും സ്വയം തിരഞ്ഞെടുത്തതാണോ? നിങ്ങൾ തന്നെ പറയൂ. ഓരോരുത്തരും സ്വയം തിരഞ്ഞെടുത്തതാണ്. നീ പറഞ്ഞത് ശരിയാണ് സൈമൺ. പുനരുത്ഥാനവും ദൈവത്തിന്റെ അനുഗ്രഹവും നിഷേധിക്കുന്നവരുടെ അടുത്ത് ഞാൻ വിദ്യ അഭ്യസിക്കാൻ പോകുന്നതെങ്ങനെ? ഞാൻ ഇവിടെ വന്നു,
മനുഷ്യപുത്രന്റെ ആത്മാവ് കഴിഞ്ഞ 30 വർഷമായി വിനയത്തോടുകൂടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വന്ന് അവസാനത്തെ മിനുക്കുപണികളും തീർത്ത് ആ തയ്യാറെടുപ്പ് പൂർണ്ണമാക്കി. അങ്ങനെ ദൗത്യം പൂർത്തിയാക്കുന്നതിന് ആത്മാവ് തീർത്തും സജ്ജമായി. ഏതാനും ദിവസം എന്റെ കൂടെ ഈ ഗുഹയിൽ താമസിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നമ്മൾ 4 പേരുണ്ടല്ലോ, അതുകൊണ്ട് ഏകാന്തതയും മ്ലാനതയും അധികം ഉണ്ടാകില്ല. നാം ഒന്നിച്ച് ദുഃഖചിന്തകൾക്കും ഭയത്തിനും പ്രലോഭനത്തിനും മാംസത്തിന്റെ മോഹങ്ങൾക്കും എതിരായി പ്രവർത്തിക്കും, ചേർത്ത് നിൽക്കും. അന്ന് ഞാൻ തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തേക്കാൾ നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ. വേനലാണല്ലോ. നാം ഇത്ര ഉയരത്തിലായതുകൊണ്ട് പർവ്വതത്തിൽ വീശുന്ന കാറ്റിന്റെ ചൂട് കുറഞ്ഞിരിക്കും. ഞാനിവിടെ വന്നത് തേബത്ത് മാസത്തിലെ വെളുത്തപക്ഷം അവസാനിക്കാറായപ്പോഴാണ്. മഞ്ഞടിഞ്ഞു കിടന്നിരുന്ന മലമുകളിൽ നിന്നും ഊതിയത് ദേഹം തുളച്ചു കയറുന്ന കാറ്റായിരുന്നു. ഇത്തവണ ഇവിടെ ഏതാനും ദിവസമേ തങ്ങുന്നുള്ളൂ. വിശപ്പടക്കാനുള്ള ആഹാരവും അത്യാവശ്യത്തിനു വേണ്ട വെള്ളവും നമ്മുടെ പക്കലുണ്ട്. ചെറിയ തുകൽ സഞ്ചികളിൽ ഇടയന്മാർ ശുദ്ധജലം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിശാചിന്റെ കൈകളിൽ നിന്നും 2 ആത്മാക്കളെ രക്ഷിക്കണം. തപസ്സുകൊണ്ട് മാത്രമേ ഇത് സാധ്യമാകൂ. നിങ്ങൾ എന്നെ സഹായിക്കണം. നിങ്ങൾക്ക് ഇതൊരു പരിശീലന പാഠമായിരിക്കും. ധനാശയിൽ നിന്ന് ആളുകളെ എങ്ങനെ രക്ഷിക്കാം എന്ന് നിങ്ങൾ മനസ്സിലാക്കും. വാക്കുകൾ കൊണ്ടല്ല, പരിത്യാഗ പ്രവൃത്തിയിലൂടെയാണ് ഇത് സാധിക്കേണ്ടത്. പിശാചിന്റെ അട്ടഹാസം കാരണം വാക്കുകൾ ആരുടെയും ചെവിയിൽ പതിയുന്നില്ല. പിശാച് ഓരോ ആത്മാവിനെയും ആക്രമിക്കുന്നു. ആ ആത്മാവിന് ചുറ്റും സദാ നരകത്തിന്റെ ശബ്ദം ഇരമ്പുകയാണ്. നിങ്ങൾക്ക് എന്റെ കൂടെ തങ്ങാൻ ഇഷ്ടമാണോ? ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം. തെക്കോവായിൽ ചന്തയ്ക്ക് സമീപം വച്ച് നമുക്ക് കാണാം. ഗുരു, ഞാൻ അങ്ങയെ വിട്ടു പോകില്ല, ജോൺ പറഞ്ഞു. ഈ രക്ഷണീയ കർമ്മത്തിൽ പങ്കെടുപ്പിക്കുമെങ്കിൽ അങ്ങ് ഞങ്ങളെ ബഹുമാനിക്കുകയാണ്. ഇതായിരുന്നു സൈമന്റെ പ്രതികരണം. ഇവിടെ തങ്ങണമെന്ന് വലിയ താല്പര്യമൊന്നും യൂദാസ് കാണിക്കുന്നില്ല. എങ്കിലും അതൃപ്തി പുറമേ കാട്ടുന്നില്ല. എല്ലാം വിധിബലം എന്ന് കരുതി ഞാനും ഇവിടെ തങ്ങും എന്ന് പറഞ്ഞു. എന്നാൽ ഈ തുകൽ സഞ്ചികളും മറ്റ് സഞ്ചികളും അകത്തു കൊണ്ടുപോയി വയ്ക്കൂ. വെയിൽ മൂക്കും മുമ്പ് കുറെ വിറക് മുറിക്കുവിൻ. പാറയിൽ ഈ വിടവിനടുത്ത് സൂക്ഷിക്കാം. രാത്രിയിൽ ഭയങ്കര തണുപ്പാണ്. വേനൽക്കാലത്ത് പോലും. ക്രൂരജന്തുക്കളും ഉണ്ട്. അതുകൊണ്ട് ഒരു മരക്കൊമ്പ് കത്തിച്ചേക്കൂ. പശയുള്ള അക്കേഷ്യ മരത്തിന്റെ ഒരു കൊമ്പ്. അത് നല്ലപോലെ കത്തും. പാറയുടെ വിടവ് പരിശോധിക്കണം. തീ കണ്ട് തേളും മറ്റിഴജന്തുക്കളും ഗുഹയിൽ നിന്ന് ഓടിപ്പൊയ്ക്കൊള്ളും. ശരി, പണി തുടങ്ങാം.